സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുവചനങ്ങൾ പഠിക്കുകയും പഠനത്തിന് വിധേയമാക്കുകയും ചെയ്യുന്ന മഹത്തായ ഒരു സദസ്സിലാണ് നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമുക്ക് നമ്മുടെ ഇൽമിലും അമലിലും ഇഖ്ലാസ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ രണ്ടാം പ്രമാണം സുന്നത്ത്, അതിൻ്റെ ആധികാരികമായ പഠനത്തിൻ്റെ ഒരു തുടക്കമാണ് ഉംദത്തുൽ അഹ്കാമിൻ്റെ ശർഹിലൂടെ നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മഹാനായ അൽ ഹാഫിദ് അബ്ദുൽ ഗനി അൽ മഖ്ദിസി, ഹിജ്റ 600 വഫാത്തായ മഹാനായ അൽ ഹാഫിദ് അബ്ദുൽ ഗനി അൽ മഖ്ദിസി, അദ്ദേഹം ഹദീസിൻ്റെ വിഷയത്തിൽ വലിയ ഇമാമായിരുന്നു. ജർഹ് തഅദീലിൻ്റെ വിഷയത്തിൽ അറിയപ്പെട്ട പ്രസിദ്ധ ഗ്രന്ഥ രചയിതാവാണ് അൽ ഹാഫിദ് അബ്ദുൽ ഗനി അൽ മഖ്ദിസി. അൽ കമാൽ ഫി അസ്മാഇർ റിജാൽ എന്ന ഗ്രന്ഥത്തിൻ്റെ മുസന്നിഫാണ്. റാവിമാരുടെ വിശ്വാസയോഗ്യതയെ സംബന്ധിച്ച് പരിശോധിക്കാൻ അവലംബനീയമായ ഒരു ഗ്രന്ഥമാണ്. അതിനുശേഷം വന്ന പണ്ഡിതന്മാരൊക്കെ എഴുതിയത് യഥാർത്ഥത്തിൽ അൽ ഹാഫിദ് അബ്ദുൽ ഗനി അൽ മഖ്ദിസിയുടെ ഗ്രന്ഥത്തെ അവലംബിച്ചുകൊണ്ടാണ്. അൽ ഹാഫിദ് അബ്ദുൽ ഗനി അൽ മഖ്ദിസിയുടെ അഖീദ സലഫി അഖീദയാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ അച്ചടിക്കപ്പെട്ട ഒരു അഖീദ തന്നെ നിലവിലുണ്ട്. ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിദഹുല്ലാ ഷർഹ് ചെയ്ത അഖീദ പല പണ്ഡിതന്മാരും വേറെയും ഷർഹ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പറഞ്ഞു വരുന്നത്, നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രന്ഥം ഉംദത്തുൽ അഹ്കാം അല്ലെങ്കിൽ അൽ ഉംദത്തു ഫിൽ അഹ്കാം എന്ന ഗ്രന്ഥമാണ്. 400 ചില്ലാനം ഹദീസുകളുള്ള ഗ്രന്ഥമാണ്. എന്താ ഈ കിതാബിൻ്റെ പ്രത്യേകത? നാം മനസ്സിലാക്കിയതാണ്. അതായത് കർമ്മശാസ്ത്ര വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കപ്പെട്ട ഗ്രന്ഥമാണിത്. അതായത് ശുദ്ധി, അതേപോലെ തന്നെ നമസ്കാരം തുടങ്ങിയ പല കർമ്മശാസ്ത്രത്തിൽ വിശദീകരിക്കപ്പെടുന്ന അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്രോഡീകരിക്കപ്പെട്ട ഹദീസ് ഗ്രന്ഥം. അപ്പോൾ കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഹദീസ് ഗ്രന്ഥമാണ്. ഹദീസുകൾ മാത്രമാണ് ഇതിലുള്ളത്. അതിൻ്റെ വലിയൊരു പ്രത്യേകത, ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസുകളാണ് ഇവ, അഥവാ മുത്തഫഖുൻ അലൈഹിയായ ഹദീസുകൾ. ഒട്ടുമിക്ക ഹദീസുകളും അങ്ങനെ തന്നെയാണ്. ഏതാനും ചില ഹദീസുകൾ ഒരു പക്ഷേ ഇമാം ബുഖാരി മാത്രം റിപ്പോർട്ട് ചെയ്തായിരിക്കും, അല്ലെങ്കിൽ ഇമാം മുസ്ലിം മാത്രം റിപ്പോർട്ട് ചെയ്തതായിരിക്കും. 414 അല്ലെങ്കിൽ 430 ഇങ്ങനെയൊക്കെ എണ്ണത്തിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ചില റിപ്പോർട്ടുകളുടെ അക്കത്തിൻ്റെ വിഷയത്തിലുള്ള പ്രശ്നം മാത്രമാണ്. ഹദീസുകളെല്ലാം, അതായത് ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ ഖാസിമിൻ്റെ പതിപ്പുണ്ട് മദീനത്തിൽ അച്ചടിക്കപ്പെട്ടത്. അതേപോലെ തന്നെ ഷെയ്ഖ് മഹ്മൂദ് അൽ അർണാഊത്തിൻ്റെ പതിപ്പുണ്ട്. അതേപോലെ ഹദീസ് പണ്ഡിതനായ ഷെയ്ഖ് നദർ അൽ ഫറിയാബിയുടെ പതിപ്പുണ്ട്. ഇതൊക്കെ അവലംബനീയമായ പതിപ്പുകളാണ്. പറഞ്ഞു വരുന്നത്, ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾക്ക് എന്ത് പറയും? മുത്തഫഖുൻ അലൈഹി, അതായത് പരസ്പരം യോജിച്ചുകൊണ്ട്, ഇമാം ബുഖാരിയും മുസ്ലിമും യോജിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ. അപ്പോൾ നമുക്കറിയാം, വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവലംബനീയമായ നമ്മുടെ പ്രമാണം നിലക്ക് 2 ഗ്രന്ഥങ്ങൾ ഏതാണ്? സഹീഹുൽ ബുഖാരിയും സഹീഹ് മുസ്ലിം. അപ്പോൾ ഈ 2 ഗ്രന്ഥങ്ങളിൽ നിന്ന് ഉള്ള ഹദീസുകളാണ്. അത് നമ്മുടെ ദൈനംദിന കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട ഹദീസുകൾ. അതിന് തുടക്കമായിരുന്നു ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്.
പണ്ഡിതന്മാർ ഹദീസ് ഗ്രന്ഥങ്ങൾ തുടക്കം കുറിക്കുമ്പോൾ അവർ നീയത്തിൻ്റെ ഹദീസ് കൊണ്ടാണ് ആരംഭിക്കാറുള്ളത്. ഇമാം ബുഖാരിയുടെ സഹീഹുൽ ബുഖാരി ആകട്ടെ 40 ഹദീസുകളുടെ, ഇമാം നവവിയുടെ 40 ഹദീസുകളാകട്ടെ, പല ഗ്രന്ഥങ്ങളും. കാരണം നീയത്ത് പുതുക്കുവാൻ വേണ്ടി, നീയത്താണ് നമ്മുടെ കർമ്മത്തിൻ്റെ സുപ്രധാനമായ നിബന്ധന എന്ന കാര്യം പഠിപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടി. അതുകൊണ്ടാണ് എത്രയോ ഇൽമിൻ്റെ ബാബുകളിൽ ഈ ഹദീസ് പ്രവേശിക്കുന്നു എന്ന് നമ്മുടെ മഹത്തുക്കളായ പൂർവികരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഹദീസ് എന്താണ് നാം പഠിച്ചു കഴിഞ്ഞതാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. അതായത് കർമ്മം സ്വീകാര്യമാകുന്നത് നിയത്ത് പ്രകാരമാകുന്നു. ഓരോ മനുഷ്യനും എന്താണോ ഉദ്ദേശിക്കുന്നത്, നിയത്ത് വെക്കുന്നത്, അപ്രകാരം അവന് ലഭിക്കുന്നതാണ്. ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി. വല്ലവൻ്റെയും ഹിജ്റ അള്ളാഹുവിലേക്കും റസൂലിലേക്കുമാണെങ്കിൽ ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി, അവൻ ഉദ്ദേശിച്ച അവൻ്റെ ഇഖ്ലാസ് പ്രകാരം അവന് തക്കതായ പ്രതിഫലം ലഭിക്കുന്നതാണ്. എന്നാൽ വല്ലവൻ്റെയും പലായനം കൊണ്ട്, ഹിജ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ദുനിയ യുസീബുഹ, അതായത് ദുന്യവിയായ ഭൗതിക നേട്ടം, അല്ലെങ്കിൽ എൻകിഹുഹ, അല്ലെങ്കിൽ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുവാൻ വേണ്ടിയാണ് ഹിജ്റ പോയത്. ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി, അതായത് അവന് എന്തിനാണോ ഹിജ്റ പോയത് അത് അവന് ലഭിക്കുന്നതാണ്. അപ്പോൾ പരലോക പ്രതിഫലം, സ്വർഗം, അള്ളാഹുവിൻ്റെ പ്രീതി ഇതാണോ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും അതാണ് ഈ നിയ്യത്ത്, ഈ ഹദീസിൻ്റെ ആശയം. ഈ ഹദീസ് പഠിപ്പിക്കുന്ന പാഠം എന്താണ്? നമ്മുടെ നിയ്യത്ത് നാം ശരിയാക്കുക. നമ്മുടെ ഓരോ ക്ലാസ്സിലും, ഓരോ പഠന ക്ലാസ്സിലും നാം നിയ്യത്തിൻ്റെ കാര്യത്തിൽ നാം ഒരു പുനർചിന്ത നടത്തേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുഖ്ലിസീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനുശേഷമുള്ള ഹദീസാണ്, രണ്ടാമത്തെ ഹദീസാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ലാ യഖ്ബലുല്ലാഹു സ്വലാത അഹദികും ഇദാ അഹ്ദസ ഹത്താ യതവദ്ദ. അതായത് നിങ്ങളിൽ വല്ലവനും അശുദ്ധിയായാൽ, അശുദ്ധി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തൻ്റെ നമസ്കാരം അള്ളാഹു വുദു എടുക്കാതെ, ശുദ്ധിയാകാതെ സ്വീകരിക്കുകയില്ല. ലാ യഖ്ബലുല്ലാഹു സ്വലാത അഹദികും ഇദാ അഹ്ദസ ഹത്താ യതവദ്ദ. അപ്പോൾ വുദു എന്നത് യഥാർത്ഥത്തിൽ നമസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഷർത്താണ്. വുദു ഇല്ലാതെ എന്തില്ല? നമസ്കാരമില്ല. അതേപോലെ എത്രയോ പണ്ഡിതന്മാർ പഠിക്കുന്നത് പോലെ തവാഫ് ശരിയാകുകയില്ല. ഖുർആൻ മുസ്ഹഫ് സ്പർശിക്കണമെങ്കിൽ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും ഫുഖഹാക്കളുടെയും വീക്ഷണ പ്രകാരം എന്ത് നിർബന്ധമാണ്? വുദു നിർബന്ധമാണ് എന്ന് പറഞ്ഞ ധാരാളം പണ്ഡിതന്മാരുണ്ട്. അപ്പോൾ നമസ്കാരം ശരിയാകണമെങ്കിൽ വുദു നിർബന്ധമാണ്. ഇതൊക്കെ നാം പഠിച്ചു കഴിഞ്ഞ ഹദീസാണ്. അതേപോലെ മൂന്നാമത്തെ ഹദീസ്, عن عبد الله بن عمرو بن العاص وأبي هريرة وعائشة رضي الله تعالى عنهم قالوا قال رسول الله صلى الله عليه وسلم ويل للأعقاب من النار. അതായത് ഈ മൂന്ന് സഹാബികളിലൂടെ വന്ന ഒരു ഹദീസാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസ്. വൈലുൻ ലിൽ അഅഖാബി മിനൻ നാർ, അതായത് മടമ്പുകൾ കഴുകാത്ത, അതായത് നമ്മൾ കാലുകളൊക്കെ കഴുകുമ്പോൾ അതിന് പൂർണ്ണമായും നാം കഴുകേണ്ടതാണ്. അതായത് നമ്മുടെ കാലിൻ്റെ നെരിയാണി ഉൾപ്പെടെ എന്ന് പറയുമ്പം ആ നിർബന്ധമാക്കപ്പെട്ട ഫർളാക്കപ്പെട്ട സ്ഥലം, വല്ല സ്ഥലവും വുദു ഉൾപ്പെടാതെ, വുദുവിൻ്റെ വെള്ളം അതിലേക്ക് വരാതെ അവിടെ കാണപ്പെട്ടു കഴിഞ്ഞാൽ നാം ശ്രദ്ധിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചില സഹാബികൾ വുദു എടുത്തപ്പോൾ കണ്ടു. അപ്പോഴാണ് വൈലുൽ ലിൽ അഅഖാബി മിനൻ നാർ. ഈ അഖീബിൻ്റെ ബഹുവചനമാണ് അഖാബ്, അതായത് കാൽമടമ്പ്. അപ്പം എന്താണ്? കാൽമടമ്പുകൾക്ക് നരകശിക്ഷയുണ്ടാകുമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അതായത് അത് മടമ്പ് എന്ന് പറയാനുള്ള കാരണം ആ മടമ്പിന് ശരിക്ക് വെള്ളം തട്ടിയിട്ടില്ലെങ്കിൽ വുദു ശരിയാകുന്നില്ല. അപ്പോൾ അതിൽ ഒരു വീഴ്ച, നമസ്കാര കാര്യം, അതേപോലെ നമസ്കാരം ശരിയാകണമെന്ന് വേണം, വുദു വേണം.
അപ്പോൾ വുളു ശരിയാകണമെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ കഴുകേണ്ട ഭാഗങ്ങൾ ശരിക്കും കഴുകണം. അതിലൊരു അനാസ്ഥ വരാൻ പാടില്ല, അശ്രദ്ധ വരാൻ പാടില്ല. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അപ്പോൾ നമസ്കാരത്തിൽ നിന്ന് അശ്രദ്ധ കാണിക്കുന്നവർക്ക് എന്തുണ്ട്? ശിക്ഷയുണ്ടെന്ന് പറയുമ്പോൾ പണ്ഡിതന്മാർ പല വ്യാഖ്യാനം നൽകുന്നുണ്ട്. അതിലൊരു വ്യാഖ്യാനം എന്താണ്? യഥാർത്ഥ അശ്രദ്ധ തന്നെയാണ്. അതായത് നമസ്കരിക്കുമ്പോൾ അശ്രദ്ധ കാണിക്കുക. അതിനെന്താണ്? അതിനെ ഗൗനിക്കാതെ, നമസ്കാരത്തിൽ പാരായണം ചെയ്യപ്പെടുന്ന ആയത്തുകൾ ചിന്തിക്കാതെ, നാം ഉരുവിടുന്ന ദിക്റുകളൊന്നും മാനിക്കാതെ നാം അശ്രദ്ധ കാണിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ തന്നെ നമസ്കാരം വൈകിപ്പിക്കുക എന്ന വ്യാഖ്യാനവും പല പണ്ഡിതന്മാരും തഫ്സീർ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് അല്ലദീനഹും അൻ സ്വലാത്തിഹിം എന്ന് പറഞ്ഞത്. ഇപ്പം നമസ്കാരത്തിൽ നിന്ന് അശ്രദ്ധ കാണിക്കുക എന്ന് പറഞ്ഞാൽ നമസ്കാരത്തെ വൈകിപ്പിക്കുക, ഈ നമസ്കാരം ഉപേക്ഷിക്കുക എന്ന വ്യാഖ്യാനങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെയൊക്കെ എന്താണ് കാണുന്നത്? അന്നൽ വാജിബ് ഫിൽ റിജ്ലൈനി അൽ ഗുസ്ലു ഫിൽ വുദൂഇ. ഇതിൽ നിന്ന് പണ്ഡിതന്മാർ തെളിവായിട്ട് മനസ്സിലാക്കിയ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താണ്? അതായത് വുദു എടുക്കുമ്പോൾ കാലുകൾ നിർബന്ധമായിട്ടും കഴുകണം. അർജുലക്കും ഇലൽ കഅബൈൻ. അപ്പോൾ ഇവിടെ ചില ഷിയാക്കൾ അഭിപ്രായപ്പെടുന്നത് പോലെ നിർബന്ധം എന്താണ്? കഴുകലല്ല, തടവലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ എന്താണ്? ശരിക്ക് പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ്, നമ്മുടെ സഹാബികളുടെയും ചര്യയ്ക്ക് എതിരാണ്. അപ്പോൾ അവിടെ അർജുലിക്കും ഇലൽ കഅബൈൻ എന്നൊരു ഖിറാഅത്തുണ്ട്. ഇത് സഹിഹായ ഖിറാഅത്താണ്. വംസഹു ബിറുഊസിക്കും വഅർജുലിക്കും. അപ്പോൾ ഇത് തെറ്റായ ഒരു വ്യാഖ്യാനം നൽകാറുണ്ട്. വംസഹു ബിറുഊസിക്കും, നിങ്ങളുടെ വുദു എടുക്കുമ്പോൾ നിങ്ങൾ എന്താണ്? തല തടവുക. വഅർജുലിക്കും, അവിടെ ജർറ് വന്നതുകൊണ്ട്, കസ്റ് വന്നതുകൊണ്ട് അത് മടങ്ങുന്നത് ഏതിലേക്കാണ്? റുഊസിലേക്കാണ്. അപ്പോൾ അത് അവിടെയും തടവണം എന്നാണ്. അവിടെയും അഹ്ലുസുന്ന പണ്ഡിതന്മാർ എന്താ പറയുന്നത്? അതായത് ഖുഫിൻ്റെ മേലെ തടവാനുള്ള തെളിവായിട്ടാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഷിയാക്കൾ ഇത് അംഗീകരിക്കാത്തത് കൊണ്ട് തന്നെ അഹ്ലുസുന്ന അഖീദൻ്റെ കിതാബുകളിൽ പോലും ഈ ഖുഫിൻ്റെ മേൽ തടവുന്ന മസ്അല പഠിപ്പിക്കാറുണ്ട്. പറയുമ്പോൾ എന്താണ്? കർമ്മശാസ്ത്ര മസ്അലയാണെങ്കിലും പക്ഷേ നമ്മളും അഹ്ലുൽ ബിദ്അഉം തമ്മിൽ വേർപിരിയുന്ന ചില വിഷയങ്ങൾ അത് കർമ്മശാസ്ത്രമാണെങ്കിൽ തന്നെ ഒരു അടയാളമായിട്ട് അവരുടെ ഷിയാറായി മാറിക്കഴിഞ്ഞാൽ അതും അഖീദയുടെ ഒരു ഭാഗമായിട്ട് പല പണ്ഡിതന്മാരും ഉദ്ധരിക്കാറുണ്ട്. നാലാമത്തെ ഹദീസ് അൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇദാ തവദ്ദഅ അഹദുക്കും ഫലിയജ്അൽ ഫീ അൻഫിഹി മാഅൻ ثم لينتثر ومن استجمر فليوتر. ഇദാ തവദ്ദഅ അഹദുക്കും, നിങ്ങളിൽ വല്ലവനും വുദു എടുക്കുകയാണെങ്കിൽ ഫലിയജ്അൽ ഫീ അൻഫിഹി മാഅ, തൻ്റെ മൂക്കിൽ അവൻ വെള്ളം കയറ്റിക്കൊള്ളട്ടെ. ثم لينتثر എന്ന റിവായത്തുണ്ട് സഹീഹുൽ ബുഖാരിയിൽ. ثم لينتثر, പിന്നീട് മൂക്ക് എന്താണ്? മൂക്കിലുള്ള വെള്ളം പുറത്തേക്ക് തള്ളട്ടെ, പുറത്തേക്ക് ചീറ്റിക്കൊള്ളട്ടെ. ومن استجمر فليوتر. അപ്പോൾ ഈ ഹദീസിന്റെ തുടക്കത്തിൽ എന്താണ്? വുദു എടുക്കുമ്പോൾ എന്താണ്? മൂക്കിലേക്ക് വെള്ളം കയറ്റണം, എന്നിട്ട് ചീറ്റണം. അതിനെന്താ പറയുക അറബിയിൽ? ഹദീസിന്റെ ഭാഷയിൽ ഇസ്തിൻഷാഖ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? മൂക്കിലേക്ക് അല്ല, വെള്ളം കയറ്റുക. ഇസ്തിൻസാർ എന്ന് പറഞ്ഞാലോ പുറത്തേക്ക് തള്ളുക. അപ്പോൾ ഇവിടെ ഇസ്തിൻഷാഖും അതേപോലെ തന്നെ ഇസ്തിൻസാറും പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും നിർബന്ധമാണ് എന്നാണ് പ്രബലമായ അഭിപ്രായം. പല പണ്ഡിതന്മാരും അത് സുന്നത്താണെന്ന് പറഞ്ഞവരുണ്ട്. അപ്പോൾ ഇസ്തിൻഷാഖും ഇസ്തിൻസാറും ഒരു വെള്ളത്തിൻ്റെ ഒരു പിടിയിൽ തന്നെ 3 പ്രാവശ്യം നാം ഇവിടെ നിന്നാണ് വെള്ളം കുപ്പിളിക്കുവാൻ വേണ്ടി, ഇതിന് മദ്മദ എന്ന് പറയും, കുപ്പിളിക്കുവാൻ വേണ്ടി നാം വെള്ളം കയറ്റുന്നു. അതോടൊപ്പം തന്നെ ഒരു ഭാഗം വെള്ളം മൂക്കിലേക്കും, എന്നിട്ട് ഇടത് കൈ കൊണ്ട് നാം ചീറ്റുന്നു. കാരണം എന്താണ്? ഇടത് കൈ എന്ന് പറഞ്ഞാൽ നാം മാനിക്കാത്ത അഥവാ അഴുക്ക് നീക്കം ചെയ്യുവാൻ ഉപയോഗിക്കുന്ന കൈയാണ്. അപ്രകാരം തന്നെ ഹദീസിലും വന്നിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
എന്താണ് ഇസ്തിൻസാർ ചെയ്തപ്പോൾ ഇടത് കൈ കൊണ്ട് ഇസ്തിൻസാർ ചെയ്തു വന്നു. അപ്പോൾ ഇങ്ങനെ വെള്ളം കയറ്റി ഇടത് കൈ കൊണ്ട് മൂക്കിൽ നിന്ന് വെള്ളം പുറത്തേക്ക് തള്ളുന്നു. പറഞ്ഞു വരുന്നത് ഇത് റസൂലിൻ്റെ കൽപ്പനയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ കൽപ്പനയുടെ വാഹിറായ അർത്ഥം പരിഗണിച്ചുകൊണ്ടാണ് പല പണ്ഡിതന്മാരും അത് വാജിബാണെന്ന് പറയാനുള്ള കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വുദൂഇലൊക്കെ അത് വന്നിട്ടുണ്ട്. ഇസ്തിൻസാറും അതേപോലെ തന്നെ വലൈക്കും സലാം അതേപോലെ ഇസ്തിൻഷാഖും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വുദൂഇൽ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുന്നൊരു സംഗതിയല്ല അത്. നമ്മൾ ആദ്യം തന്നെ എന്താണ്, അതായത് കൈകൾ കഴുകി കുപ്പിളിച്ച് അതേപോലെ തന്നെ എന്താണ് ഇസ്തിൻഷാഖും ഇസ്തിൻസാറും ചെയ്യുന്നു. മൂക്കിലേക്ക് വെള്ളം കയറ്റുന്നു, പിന്നീട് പുറത്തേക്ക് തള്ളുന്നു. ഇതുപോലെ നമ്മൾ കുപ്പിളിക്കുമ്പം എന്താണ് വെള്ളം കയറ്റുന്നു, ആ വെള്ളം നാം തുപ്പിക്കളയുന്നു. മനസ്സിലായല്ലോ? വമൻ ഇസ്തജ്മറ ഫൽയൂതിർ, അതായത് ഇസ്തിജ്മാർ നടത്തി കഴിഞ്ഞാൽ, അതായത് വെള്ളം കൊണ്ടല്ലാതെ കല്ലുകൾ, മുമ്പ് കാലത്തൊക്കെ കല്ലുകൾ കൊണ്ടാണ് ശരിക്ക് ശുദ്ധീകരിക്കുന്നത്. അതായത് മലമൂത്ര വിസർജനത്തിന് വേണ്ടി എന്താണ് കല്ലുകൾ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെ കല്ലുകൾ ഇപ്പോഴത്തെ നമ്മുടെ ആധുനിക കാലഘട്ടത്തിൽ പണ്ഡിതന്മാർ പറയുന്നു ടിഷ്യൂ പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാം ഇസ്തിജ്മാർ ചെയ്യുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ ഹുക്മ്? 3 പ്രാവശ്യം നിർവഹിക്കണമെന്നാണ്. അതായത് 3 പ്രാവശ്യത്തിൽ കുറയാൻ പാടില്ല. ആവശ്യമെങ്കിൽ, ശുദ്ധിയായിട്ടില്ലെങ്കിൽ കൂടുതലാവാം. അവിടെയും എന്താണ് ഫൽ യൂത്തിർ, അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒറ്റയാക്കി അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞാൽ 3 പ്രാവശ്യം വൃത്തിയാക്കി ശുദ്ധിയായിട്ടില്ല. അപ്പോൾ നാലാമത്തെ പ്രാവശ്യം അല്ലെങ്കിൽ 6 പ്രാവശ്യം ആയി വിചാരിക്കുക. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? സുന്നത്ത് എന്താണ്? 7ാമത്തെ പ്രാവശ്യം കൊണ്ട് അവസാനിപ്പിക്കുക. അവിടെയും എന്തായി? വിത്രായി. മനസ്സിലായല്ലോ? വിത്ര കൊണ്ട് അവസാനിപ്പിക്കുക എന്നാണ് അതിൻ്റെ ഉദ്ദേശം. വമൻ ഇസ്തജ്മറ ഫൽയൂതിർ. അപ്പോൾ ഒരാൾ പറയാണ് ഒരു ടിഷ്യൂ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഞാൻ ശുദ്ധീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാലോ? അതിൽ പ്രബലമായ വീക്ഷണപ്രകാരം 3 കല്ലുകൾ കൊണ്ട് അല്ലെങ്കിൽ 3 പ്രാവശ്യം എങ്കിലും ഇസ്തിജ്മാർ നിർബന്ധമായിട്ടും വേണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. വലാ തസ്തൻജു ബിദൂനി 3 അഹ്ജാർ, വലാ തസ്തൻജി ബിദൂനി 3 അഹ്ജാർ. അതായത് 3 കല്ലുകൾക്ക് കുറവ് ഉണ്ടായിരിക്കവേ അങ്ങനെ ഇസ്തിൻജാ ചെയ്യരുത് എന്ന്. എന്താണ്? 3 കല്ലുകൾ തന്നെ വേണം, ഏറ്റവും കുറഞ്ഞത്. വമൻ ഇസ്തജ്മറ ഫൽയൂതിർ. അപ്പോൾ എന്താണ് ഇസ്തിജ്മാർ എന്ന വാക്ക്? പണ്ഡിതന്മാർ പറയുന്നു ജിമാറിൽ നിന്ന് വന്നതാണ്. പിന്നെ ജിമാർ എന്ന് പറഞ്ഞാൽ കല്ല്. മനസ്സിലായില്ലേ? അപ്പം അന്നൊക്കെ കല്ലുകൾ കൊണ്ട് വെള്ളമില്ലെങ്കിൽ കല്ല് ഉപയോഗിച്ചിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഈ ഇസ്തജ്മറ എന്ന വാക്ക്, അതിൻ്റെ ഉത്ഭവമാണ് ഞാൻ പറഞ്ഞത്. ജിമാറിൽ നിന്നാണ് വന്നത്. അതുകൊണ്ടാണ് ഈ ജമറാത്ത്, കല്ലെറിയെന്ന് പറയുമ്പോഴേ ജമറാത്ത് എറിയ എന്ന് പറയും. അതൊക്കെ എതിന് വന്നത് ജിമാറിൽ നിന്ന്, ജംറയിൽ നിന്ന് വന്നതാണ്. وإذا استيقظ أحدكم من نومه فليغسل يديه قبل أن يدخلهما في الإناء 3. وإذا استيقظ أحدكم من نومه, വല്ലവനും തൻ്റെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയാണെങ്കിൽ ഫൽയഗ്സിൽ യദൈഹി, തൻ്റെ 2 കൈകളും കഴുകിക്കൊള്ളട്ടെ. ഖബ്ല അൻ യുദ്ഖിലഹുമാ ഫിൽ ഇനാഇ 3, അതായത് പാത്രത്തിൽ, വുദു എടുക്കുന്ന പാത്രത്തിൽ കൈ ഇടുന്നതിന് മുമ്പ് 3 പ്രാവശ്യം കഴുകിക്കൊള്ളട്ടെ. ഫഇന്ന അഹദക്കും, നിങ്ങൾക്ക് അറിയുകയില്ല, ലാ യദ്രി ഐന ബാതത് യദുഹു, ഫഇന്ന അഹദക്കും ലാ യദ്രി ഐന ബാതത് യദുഹു, തൻ്റെ കൈ എവിടെയാണ് രാപ്പാർത്തതെന്ന് നിങ്ങൾക്കറിയില്ലല്ലോ. ഒരു പക്ഷേ നജാസയുമായി ബന്ധപ്പെട്ട് സ്പർശിച്ചിട്ടുണ്ടാവാം, നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയാണെങ്കിൽ എന്താണ് സുന്നത്ത്? 3 പ്രാവശ്യം. പ്രത്യേകിച്ച് അന്നൊക്കെ ശരിക്കും വുദു എടുക്കുന്ന, അന്ന് പൈപ്പ് വെള്ളമൊന്നുമില്ലല്ലോ. അപ്പം എന്താണ്, വുദു എടുക്കണമെങ്കിൽ വുദു എടുക്കുന്ന വദൂ എന്ന് പറയും. വുദു എടുക്കുന്ന വെള്ളത്തിന് പറയും വദൂ. അപ്പോൾ ആ വദൂ ഒരു പാത്രത്തിലായിരിക്കും, ഒരു ബക്കറ്റിൽ അല്ലെങ്കിൽ ഒരു പാട്ടയിൽ. അപ്പോൾ അതിൽ കൈ ഇട്ടുകൊണ്ടാണ് തന്നെയാണ് വുദു എടുത്തിരുന്നത്. അപ്പം അത് ശരിയല്ല.
ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയാണെങ്കിൽ എന്ത് വേണം? കൈകൾ കഴുകണമെന്നാണ്. അപ്പോൾ ഇവിടെ ശരിക്ക് പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസം വന്നു. അതായത് രാത്രി ഉറക്കമാണോ ഇവിടെ ഉദ്ദേശിക്കുന്നത്, അതല്ല പകൽ ഉറക്കമാണോ? കാരണം ഐന ബാത്തത് യദുഹു, പാർക്കുക എന്നാണല്ലോ ബാത്തത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പം അത് ശരിക്ക് രാത്രി ഉറക്കത്തെ സൂചിപ്പിക്കുന്ന പദമാണ്. പ്രത്യേകിച്ച് രാത്രി ഉറക്കമാണ് ശരിക്ക് ഡീപ്പായ ഉറക്കം. മറ്റേത് ഉറങ്ങുമെങ്കിലും അത്ര ഡീപ്പായ ഉറക്കമാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹുക്മ് എന്ന് ബാധകമല്ലെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അപ്പോൾ ഇതിലും പ്രബലമായ സൂക്ഷ്മമായ അഭിപ്രായം ഷെയ്ഖ് ഇബ്നു ഉസൈമീനൊക്കെ പഠിപ്പിച്ചതുപോലെ എന്താണ്, രാത്രി ഉറക്കമാണെങ്കിലും പകൽ ഉറക്കമാണെങ്കിലും കൈകൾ ഒരു പാത്രത്തിൽ നിന്ന് വുളു എടുക്കുകയാണെങ്കിൽ നാം കൈകൾ വൃത്തിയാക്കി 3 പ്രാവശ്യം കഴുകണമെന്നാണ്. അപ്പോൾ ഇവിടെ ഒരു പാത്രത്തിൽ നാം കൈ ഇട്ടു വിചാരിക്കുക. അപ്പോൾ അതിലുള്ള വെള്ളം ശുദ്ധിയാണോ, ശുദ്ധീകരിക്കുമോ? അതിനൊക്കെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെ വിശദമായ ചർച്ചയുണ്ട്. അതായത് വെള്ളം അത് തഹൂറാണോ താഹിറാണോ? അപ്പോൾ അതിൽ പ്രബലമായ അഭിപ്രായം യഥാർത്ഥത്തിൽ വെള്ളം ഒരു പക്ഷേ അഴുക്കാവാം, പക്ഷെ നജിസാകുന്നില്ല. പ്രബലമായ അഭിപ്രായം നജാസത്ത് നമുക്ക് ഉറപ്പില്ലെങ്കിൽ എന്താണ്, നമ്മൾ കൈയിട്ടത് കൊണ്ട് തന്നെ ആ വെള്ളം നമുക്ക് വുദുവിന് വേണ്ടി ഉപയോഗിക്കാം. കാരണം വെള്ളത്തിൻ്റെ അടിസ്ഥാന ഹുക്ം എന്താണ്? വെള്ളം ശുദ്ധിയാണ് എന്നാണ്. അൽ മാഉ തഹൂറുൻ ലാ യുനജ്ജിസുഹു ഷൈ, വെള്ളം ശുദ്ധിയുള്ളതാകുന്നു, അതിനെ ഒന്നും നജിസാക്കുന്നില്ല എന്ന്. ഇതാണ് അതിൻ്റെ അടിസ്ഥാന ഹുക്ം. അപ്പോൾ വെള്ളം നജാസ കൊണ്ട് മാറിയോ, അതിനൊരു മാറ്റം സംഭവിച്ചോ, അതിൻ്റെ ഗന്ധം അല്ലെങ്കിൽ അതിൻ്റെ കളറ്, ഇങ്ങനെയുള്ള സംഗതികളിലൊക്കെ നജാസ മുഖേന മാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ എന്തായി മാറി? അത് നജാസായി മാറി. അല്ലെങ്കിലോ വെള്ളം ശുദ്ധിയുള്ളത് തന്നെയാണ്. ഇതാണ് ഇതിൻ്റെ അടിസ്ഥാന ഹുക്ം. ഫഇന്ന അഹദകും ലാ യദ്രി ഐന ബാതത് യദുഹു, അപ്പോൾ നിങ്ങൾക്ക് ആർക്കും അറിയില്ലല്ലോ എവിടെയാണ് കൈ രാപ്പാർത്തത്. വഫീ ലഫ്ദിൽ മുസ്ലിം, ഇവിടെ ഇമാം അൽ ഹാഫിദ് അബ്ദുൽ ഗനി അൽ മഖ്ദിസി അബ്ദുൽ ഗനി അൽ മഖ്ദിസി പറഞ്ഞല്ലോ, അദ്ദേഹം സലഫി പണ്ഡിതനാണ്, ഇമാമാണ്, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യക്ക് മുമ്പ് ജീവിച്ച മഹാപണ്ഡിതനാണ്. അൽ മഖ്ദിസി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അദ്ദേഹം ഫലസ്തീൻകാരനാണ്. ഉംദത്തുൽ അഹ്കാം, ഇത് ശരിക്ക് സഹീഹുൽ ബുഖാരി മുസ്ലിം നിന്ന് ഒരു മുഖ്തസറായ ഗ്രന്ഥമാണ്. അതിൽ തന്നെ എത്ര ഹദീസുകളുണ്ട്? 400-ൽ പരം ഹദീസുകളുണ്ട്. ഇതേ ഇമാമിന് തന്നെ, മഖ്ദിസിക്ക് തന്നെ വിശദമായ അഹ്കാമിൻ്റെ കിതാബുണ്ട്. എന്ന് പറയും അൽ ഉംദത്തുൽ കുബ്ര എന്ന് പറയും. ഇത്ര 600-ൽ പരം ഹദീസുകൾ. അപ്പോൾ ഇദ്ദേഹം എഴുതിയ ഒരു ഗ്രന്ഥം യഥാർത്ഥത്തിൽ ഹംബലി മദ്ഹബിൽ പണ്ഡിതന്മാർ മാത്രമല്ല, വ്യത്യസ്ത മറ്റു മദ്ഹബുൽ പണ്ഡിതന്മാരും പരിഗണിച്ചിട്ടുണ്ട്. അതിനുള്ള ഒരു തെളിവെന്താണ്? അതായത് അൽ ഹാഫിദ് അൽ ഇമാം ഇബ്നു ദഖീഖ് അൽ ഈദ്, അദ്ദേഹം ഷാഫിഈ മദ്ഹബിലെ വലിയ പ്രസിദ്ധനായ പണ്ഡിതനാണ്. അദ്ദേഹം ഈ ഗ്രന്ഥത്തെ ശർഹ് ചെയ്തിട്ടുണ്ട്. അതായത് ഇഹ്കാമുൽ അഹ്കാം ബിശർഹി ഉംദത്തുൽ അഹ്കാം, അത് മശായിഖ്മാരൊക്കെ വളരെ പ്രാധാന്യത്തോട് കാണുന്ന ഹദീസ് കിതാബാണ്. ഏത്? ഇബ്നു ദഖീഖ് അൽ ഈദിൻ്റെ ഷർഹ്. ഈ ഇബ്നു ദഖീഖ് അൽ ഈദിൻ്റെ അടുക്കലാണ് ഒരിക്കൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ സിയാറ ചെയ്തു. ഇബ്നു ദഖീഖ് അൽ ഈദ് കുറച്ചും കൂടി മുതിർന്ന പണ്ഡിതനാണ്. അപ്പം അദ്ദേഹം ഹദീസിലും കർമ്മശാസ്ത്രത്തിലൊക്കെ അഗാധ പാണ്ഡിത്യമുള്ള ഷെയ്ഖാണ്. ആര്? ഇബ്നു ദഖീഖ് അൽ ഈദ്. ഇബ്നു തൈമിയ്യ കാണാൻ പോയി. ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ഇബ്നു ദഖീഖിനോട് ചോദിക്കപ്പെട്ടു, ഇബ്നു തൈമിയ്യനെ താങ്കൾ കണ്ടല്ലോ, എങ്ങനെയായിരുന്നു അദ്ദേഹം? റഅയ്തു റജുലൻ അൽ ഉലൂമു കുല്ലുഹാ ബൈന ഐനൈ, അതായത് ഞാനൊരു മനുഷ്യനെ കണ്ടു, എല്ലാ ഇൽമും അദ്ദേഹത്തിൻ്റെ ഈ ഇരു കണ്ണുകൾക്കിടയിലാണെന്ന്. അത്രക്കും പാണ്ഡിത്യമുള്ള മഹാനായിരുന്നു ഇബ്നു തൈമിയ്യ എന്ന് ആര് പറഞ്ഞു? ഷാഫിഈ മദ്ഹബുകാരനായ ഇബ്നു ദഖീഖ് അൽ ഈദ് സമ്മതിച്ചു. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ അൽ ജീലാനിയുടെ ശിഷ്യനും കൂടിയാണ് ആര്? അതായത് ആ ഒരു രീതി സ്വീകരിച്ച ഒരു പണ്ഡിതനും കൂടിയാണ് അൽ ഹാഫിദ് അബ്ദുൽ ഗനി അൽ മഖ്ദിസി. ഇബ്നു ഖുദാമയുടെ അമ്മായിയുടെ മകനാണ് ആര്? ഇബ്നു ഖുദാമ. അപ്പോൾ കുടുംബ ബന്ധമുണ്ട്. ഇബ്നു ഖുദാമയും അൽ ഹാഫിദ് അബ്ദുൽ ഗനി അൽ മഖ്ദിസിയും പരസ്പരം
കുടുംബബന്ധമുണ്ട്, അതോടൊപ്പം തന്നെ ഒരുമിച്ച് അവർ ഇൽമ് ആരംഭിക്കുകയും പഠിക്കുകയും ചെയ്ത മഹത്തുക്കളാണ്. ഇബ്നു ഖുദാമയാകട്ടെ ഏതിലാണ് കൂടുതൽ അവഗാഹം നേടിയത്? ഫിഖ്ഹിൽ. അൽ മുഗ്നി ഷർഹ് മുഖ്തസർ അൽ ഖിറഖിയുടെ രചയിതാവായ വലിയ കർമ്മശാസ്ത്ര പണ്ഡിതനായി മാറി. ആര്? ഇബ്നു ഖുദാമ. രണ്ടുപേരും ഹംബലികളാണ്. അൽ ഹാഫിദ് അബ്ദുൽ ഖനി മഖ്ദിസിയോ അദ്ദേഹം ഹദീസിന്റെ വിഷയത്തിൽ മികവ് നേടി. ഇരുപേരും ഏകദേശം ഒരേ പ്രായക്കാരും. അദ്ദേഹം പറയുക അൽ അഖ്റാൻ എന്ന് പറയും അറബിയിൽ, ഹദീസിന്റെ ഭാഷയിൽ അഖ്റാൻ എന്ന് പറയും. വഫീ ലഫ്ദിൻ ലിമുസ്ലിം. അപ്പോൾ ഇമാം അൽ ഹാഫിദ് അബ്ദുൽ ഖനി മഖ്ദിസി സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ഹദീസുകളാണ് ഉദ്ധരിക്കുന്നത് അൽ ഉംദയിൽ. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിൻ്റെ നമുക്കൊരു വലിയൊരു മഹാഭാഗ്യം എന്താണ്? അൽഹംദുലില്ലാഹ്. അതായത് ഈ മക്ക മണ്ണിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് വന്ന ഏറ്റവും സ്ഥിരപ്പെട്ട വിശ്വാസയോഗ്യമായ ഹദീസുകളാണ് നാം പഠനത്തിന് വിധേയമാക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്ഥലത്തിനും സമയത്തിനും അതേപോലെ തന്നെ നാം പഠിക്കുന്ന വിഷയത്തിനുമൊക്കെ പ്രാധാന്യമുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. വഫീ ലഫ്ദിൻ ലിമുസ്ലിമിൻ ഫൽയസ്തൻഷിഖ് ബിമിൻഖറൈഹി മിനൽ മാ. അതായത് അവൻ്റെ മൂക്കിൻ്റെ ഇരു ദ്വാരങ്ങളിലൂടെയും വെള്ളം കടത്തിക്കൊള്ളട്ടെ. ഫൽയസ്തൻഷിഖ് ബിമിൻഖറൈഹി മിനൽ മാ. അതായത് മൂക്കിൻ്റെ ദ്വാരങ്ങൾക്ക് എന്ന് പറയും, മിൻഖർ എന്ന് പറയും. രണ്ട് മിൻഖറുകൾ നമുക്കുണ്ടല്ലോ. വഫീ ലഫ്ദിൻ മൻ തവദ്ദഅ ഫൽയസ്തൻഷിഖ്. വേറെ ലഫ്ദിൽ എന്താണ് ഉള്ളത്? വല്ലവനും വുദു എടുക്കുകയാണെങ്കിൽ അവൻ വെള്ളം മൂക്കിലേക്ക് കടത്തിക്കൊള്ളട്ടെ. അപ്പോൾ ഫൽയസ്തൻഷിഖ്. അതേപോലെ ആദ്യം ഉദ്ധരിച്ച റിവായത്ത് എന്താണ്? സുമ്മൽ യസ്തൻഫിർ. ഈ ലാമിൻ്റെ അർത്ഥം എന്താണ്? നാം കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചതാണ്. സുമ്മൽ യസ്തൻഫിർ അല്ലെങ്കിൽ ഫൽ യസ്തൻഷിഖ്. ഇതിൻ്റെ അർത്ഥം ലാമുൽ അംർ. ലാമുൽ അമ്രാണത്. ഈ ലാമുൽ അമ്ർ എന്താണ്? കൽപ്പനയാണ്. കൽപ്പനയുടെ അടിസ്ഥാന ഹുക്ം എന്താണ്? വുജൂബ് എന്നാണ്. അത് വുജൂബല്ല എന്ന് അറിയിക്കുന്ന വേറെ ഹദീസുകൾ ഉണ്ടെങ്കിൽ അത് സുന്നത്തായി മാറും. മനസ്സിലായല്ലോ? അതാണ് അതിൻ്റെ അടിസ്ഥാന ഹുക്ം. ഏത്? അതെ, അതായത് മൂക്കിലേക്ക്. അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ധാരാളം പണ്ഡിതന്മാർ ഇത് സുന്നത്താണെന്ന് പറഞ്ഞവരുണ്ട്. പക്ഷെ പ്രബലമായ അഭിപ്രായം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വുദൂയിലൊക്കെ ഈ ഇസ്തിൻഷാഖും ഇസ്തിൻസാറും വന്നിട്ടുണ്ട്. അപ്പം അത് സുന്നത്താണെന്ന് അറിയിക്കുന്ന, നിർബന്ധമല്ല എന്ന് അറിയിക്കുന്ന വേറെ തെളിവുകളുമില്ല. മനസ്സിലായല്ലോ? അപ്പോൾ അത് പ്രബലം എന്താണ്? വാജിബാണ്, വുജൂബാണ് എന്ന് തന്നെയാണ്. ഇവിടെ ഷെയ്ഖും പറയുന്നുണ്ട്. ഷെയ്ഖ് ബസ്സാമിൻ്റെ ശർഹ് നാം അവലംബിക്കാറുണ്ടല്ലോ. ഷെയ്ഖ് പറയുന്നുണ്ട് വുജൂബുൽ ഇസ്തിൻഷാഖി വൽ ഇസ്തിൻസാർ. എന്താണ്? ഇസ്തിൻഷാഖും ഇസ്തിൻസാറും വാജിബാണ് എന്ന് ഈ ഹദീസിൽ നിന്ന് കിട്ടും. എന്താണ്? അതിലെന്തുണ്ട്? അമ്രുണ്ട്, കൽപ്പനയുണ്ട്. ഇപ്പം നമ്മളിപ്പം യാ അയ്യുഹല്ലദീന ആമനു അഖീമുസ്സലാ അല്ലെങ്കിൽ വഅഖീമുസ്സലാത്ത വആതുസ് സക്കാ. ഇവിടെ ശരിക്കും കൽപ്പന ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് ഫർദ് മനസ്സിലായത്. മനസ്സിലായില്ലേ? നമസ്കാരത്തെ സംബന്ധിച്ച് ഒരു ചർച്ച വന്നു ഖുർആനിലോ ഹദീസിലോ, ഒരു അറിയിപ്പ് വന്നു. അറിയിപ്പ് എന്തല്ല, അത് വാജിബാണെന്ന് നമുക്ക് പഠിപ്പിക്കുന്ന ഒരു ആശയം നമുക്ക് അതിൽ നിന്ന് കിട്ടുകയില്ല. പക്ഷെ കൽപ്പന വന്നു കഴിഞ്ഞാലോ അതിൻ്റെ ഹുക്ം എന്താണ്? അത് വാജിബാണെന്നാണ്. പിന്നെ മാത്രമല്ല അതിന് പണ്ഡിതന്മാർ തെളിവ് ധരിച്ചത് എന്താണ്? അതായത് ഫഗ്സിലു വുജൂഹക്കും. ഖുർആൻ എന്താ പറഞ്ഞത്? നിങ്ങൾ വുദു എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതാണ് മുഖം കഴുകണം. ഫഗ്സിലു വുജൂഹക്കും. അപ്പം മുഖത്തിൽ പെട്ടത് എന്താണ്? മൂക്ക്. മുഖം എന്ന് പറഞ്ഞാൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന നമ്മുടെ അവയവമാണ് മുഖം. അപ്പം ആ മുഖവുമായി ബന്ധപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് എന്ത്? മൂക്ക്. അപ്പോൾ മൂക്കിലേക്ക് വെള്ളം കയറ്റുക, ചീറ്റുക എന്ന് പറയുന്നത് ശരിക്ക് ഇസ്തിൻഷാഖും ഇസ്തിൻസാറും വാജിബാണ് എന്ന് ഇതിൽ നമുക്ക് മനസ്സിലാക്കാം. അഞ്ചാമത്തെ ഹദീസ് عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال لا يبولن أحدكم في الماء الدائم الذي لا يجري ثم يغتسل منه ولمسلم لا يغتسل أحدكم في الماء الدائم وهو جنب فلا يبولن أحدكم في الماء الدائم الذي لا يجري. അതായത് ഒഴുകാത്ത സ്ഥിരമായിട്ട് തങ്ങി
നിൽക്കുന്ന വെള്ളത്തിൽ ആരും മൂത്രിക്കരുത്, മൂത്രമൊഴിക്കരുത്, എന്നിട്ട് അതിൽ നിന്ന് കുളിക്കുകയും ചെയ്യരുത്. അതായത് പൊതുവെ നാം ഉപയോഗപ്പെടുത്തുന്ന വെള്ളമാകട്ടെ അല്ലെങ്കിൽ സ്ഥലമാകട്ടെ വഴിയാകട്ടെ അവിടെ നിന്ന് മൂത്രമൊഴിക്കാൻ പാടില്ല. പക്ഷെ ഇവിടെ പ്രത്യേകിച്ച് ഈ വെള്ളം കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ മൂത്രമൊഴിച്ചാൽ എന്താണ്, അവിടെ ആൾക്കാർ കുളിക്കും. അപ്പോൾ അവർക്ക് അവർക്ക് നജാസ അവർക്ക് ബാധിക്കും. അതൊക്കെ നാം സൂക്ഷിക്കേണ്ടതാണ്. അപ്പോൾ എന്താണ്, ഇങ്ങനെ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ ഒരിക്കലും മൂത്രമൊഴിക്കാൻ പാടില്ല എന്നൊരു ഹുക്മാണ് ഇതിൽ നിന്ന് അടിസ്ഥാനപരമായി കിട്ടുന്നത്. അങ്ങനെ മൂത്രമൊഴിച്ചാൽ തന്നെ അതിൽ നിന്ന് കുളിക്കാനും പാടില്ല എന്ന്. അതേപോലെ ലാ യഗ്തസിൽ അഹദുക്കും ഫിൽ മാഇ ദാഇമി വഹുവ ജുനുബ്, അതായത് നിങ്ങളിൽ ആരും കെട്ടി നിൽക്കുന്ന അല്ലെങ്കിൽ ഫിൽ മാഇ ദാഇമി വഹുവ ജുനുബ് എന്ന് പറഞ്ഞാൽ ജനാബത്ത് ഉണ്ടായിരിക്കവേ ഇങ്ങനെയുള്ള വെള്ളത്തിൽ കുളിക്കരുത് എന്ന്. അപ്പോൾ ഇവിടെ ശരിക്കും രണ്ട് വിഷയങ്ങളാണ്. ഒന്ന് മൂത്രമൊഴിക്കുക അല്ലെങ്കിൽ കുളിക്കുക. അപ്പോൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഒഴുകുന്ന വെള്ളമാണെങ്കിൽ നമുക്ക് കുളിക്കാം. ജനാബത്തുള്ള ഒരാൾ മുങ്ങിക്കുളിച്ചു, ഒഴുകുന്ന നദിയിൽ പോയി കുളിച്ചു, അങ്ങനെയൊക്കെ കുളിക്കാറുണ്ടല്ലോ. അതിങ്ങനെ ശക്തമായി ഒഴുകുന്ന തോടുകളിലേക്ക് പോയിട്ട് കുളിച്ചു. അതേപോലെ വിശാലമായ നദികൾ അല്ലെങ്കിൽ സമുദ്രം, അവിടെയൊക്കെ മൂത്രമൊഴിക്കാൻ പാടുണ്ടോ? മൂത്രമൊഴിക്കാം. പക്ഷേ അവിടെയും കൂട്ടത്തിലായിട്ട് പണ്ഡിതന്മാർ പറയുന്നു, കൂട്ടത്തോടെ നമ്മൾ കുളിക്കുകയാണെങ്കിൽ അവിടെയും അദബെന്താണ്, മൂത്രമൊഴിക്കാതിരിക്കലാണ്. ഇവിടെ പറഞ്ഞു വരുന്നത് ലാ യബൂലന്ന, ഇതെന്താണ്, ഇതിനെ പറയുക ലാ നാഹിയ എന്ന് പറയും. അതായത് ഒരു വിലക്കിൻ്റെ അർത്ഥസൂചകമായ ലാ ആണ്. നിങ്ങൾ അരുത്, അങ്ങനെ ചെയ്യരുത് എന്ന്. അപ്പോൾ ഇവിടെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്, ഈ നഹി കറാഹത്തിൻ്റെ നഹിയാണോ തഹ്രീമിൻ്റെ നഹിയാണോ? അതായത് നിങ്ങൾ ഇങ്ങനെയുള്ള ഒഴുകാത്ത വെള്ളത്തിൽ നിങ്ങൾ മൂത്രമൊഴിക്കരുതെന്ന് പറയുമ്പോൾ അത് കറാഹത്തിൻ്റെ നഹിയാണോ അതിൻ്റെ തഹ്രീമിൻ്റെ നഹിയാണോ? എന്താ അതിൻ്റെ അർത്ഥം? അതായത് നിഷിദ്ധമാണ് എന്ന അർത്ഥം സൂചിപ്പിക്കുന്ന വിലക്കാണോ, അതല്ല അത് മക്രൂഹാണ്, വെറുക്കപ്പെട്ടതാണ്, എന്നാൽ ചെയ്താൽ കുറ്റമില്ല എന്നാണോ? അവിടെയും പണ്ഡിതന്മാർ സൂക്ഷ്മമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അവിടെയും പ്രബലമായ അഭിപ്രായം എന്താണ്? തഹ്രീം എന്ന് തന്നെയാണ്. അതായത് വദഹബൽ ഹനാബിലതു വദ്ദാഹിരിയതു ഇലാ അന്നഹു ലിത്തഹ്രീം വദാഹിറു നഹി അത്തഹ്രീം ഫിൽ ഖലീൽ വൽ കസീർ. അപ്പോൾ ഇങ്ങനെയുള്ള ഒഴുകാത്ത വെള്ളത്തിൽ മൂത്രമൊഴിക്കുന്നത് യഥാർത്ഥത്തിൽ അതിൻ്റെ വാഹിർ നാം പരിഗണിക്കുകയാണെങ്കിൽ അത് ഹറാമ് തന്നെയാണെന്നാണ് അറിയിക്കുന്നത്. പൊതുവേ നമ്മുടെ ഒരു ഉസൂൽ ഫിഖിന്റെ ഒരു ഖാഇദയാണ്, അതായത് ഒരു നസ്സിൻ്റെ ബാഹ്യാർത്ഥം പരിഗണിക്കണമെന്ന്. അതായത് അൽ അസ്ലു അൻ യുഹ്മൽ അൽ കലാമു അലാ വാഹിരിഹി, ഒരു കലാമിൻ്റെ വാഹിർ പരിഗണിക്കണം എന്നത് ശരിക്കും അസ്ലാണ്. മനസ്സിലായില്ലേ? പിന്നെ ആ ബാഹ്യാർത്ഥം പരിഗണനീയമല്ല എന്ന് അറിയിക്കുന്ന വേറെ തെളിവാണ്. അത് പ്രത്യേകിച്ച് നമ്മുടെ അസ്മാ സിഫാത്തിന്റെ വിഷയത്തിൽ നമ്മുടെ അഹ്ലുസുന്ന പണ്ഡിതന്മാരുടെ പ്രധാനപ്പെട്ട ഒരു ഖാഇദയാണിത്. മനസ്സിലായല്ലോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഗുണവിശേഷണങ്ങൾ പഠിപ്പിക്കുന്ന ആയത്തുകൾ, ഹദീസുകൾ, അവിടെയൊക്കെ എന്താണ്, നാം അതിൻ്റെ ബാഹ്യാർത്ഥമാണ് പരിഗണിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ജലാലത്തിന്, അവമത്തിന് അനുയോജ്യമായ ബാഹ്യാർത്ഥം. എന്നാൽ നമ്മുടെ ഗുണവിശേഷങ്ങളുമായി നാം തട്ടിച്ചു നോക്കാൻ പാടില്ല. അതെന്താണ്? തശ്ബീഹായി മാറും. മനസ്സിലായല്ലോ? അർ റഹ്മാനു അലൽ അർശി ഇസ്തവ, അർശിൻ്റെ മേലെ അള്ളാഹു ഇസ്തിവാ ചെയ്തു. അള്ളാഹു രാത്രി അന്ത്യാമങ്ങളിൽ ഇറങ്ങി വരുന്നു ഒന്നാം ആകാശത്തേക്ക് എന്നൊക്കെ പറയുമ്പോൾ നുസൂലുൻ യലീഖു ബിജലാലിഹി സുബ്ഹാന, അള്ളാഹുവിൻ്റെ മാഹാത്മ്യത്തോട് യോജിച്ച ഇറക്കം. പക്ഷെ അള്ളാഹു ഇറങ്ങി വരും എന്ന് തന്നെ നാം വിശ്വസിക്കണം. അപ്പോൾ അവിടെ ശരിക്കും വാഹിർ നാം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെയും ഹനാബിലത്തിൻ്റെ തെളിവെന്താണ്? വാഹിറു അന്നഹിയാണ്. അതെന്താണ്? തഹ്രീമാണ്. അപ്പോൾ ഇവിടെയും പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നു. അതായത് ഇനിയിപ്പോൾ മൂത്രമൊഴിച്ചു എന്ന് വിചാരിക്കും. അപ്പോൾ ഈ മൂത്രമൊഴിക്കപ്പെട്ട ഈ വെള്ളം നജിസാകുമോ? പല പണ്ഡിതന്മാരും നജിസാണെന്ന് പറയുന്നു.
അവിടെയും പ്രബലമായ അഭിപ്രായം നജാസ കൊണ്ട് ആ വെള്ളം മാറിയിട്ടുണ്ടെങ്കിൽ, മനസ്സിലായല്ലോ, അതായത് അതിൻ്റെ രുചിയിലോ അല്ലെങ്കിൽ ഗന്ധത്തിലോ കളറിലോ ഒക്കെ നജാസയുടെ ആ ഒരു മാറ്റം വന്നു, എന്നാൽ അതിന് നജീസായിട്ട് നമുക്ക് പരിഗണിക്കാം. പക്ഷെ അവിടെയും പണ്ഡിതന്മാർ ഒരു കൈത് പറയുന്നുണ്ട്. അതായത് പണ്ഡിതന്മാർ ഏകോപിച്ചൊരു വിഷയമാണ്. ഒരു മഹാസമുദ്രം, സമുദ്രത്തിൽ ഒരാൾ മൂത്രമൊഴിച്ച് വിചാരിക്കുക, അതെന്താണ്? അല്ലെങ്കിൽ സമുദ്രം പിന്നെ ഒഴുകുന്നതാണ്, ഒഴുകാത്ത ശരിക്ക് കെട്ടി നിൽക്കുന്ന ചില കടലിൻ്റെ ഭാഗങ്ങളൊക്കെ ഉണ്ടാവും, വെള്ളം ധാരാളം ഉണ്ടാവും. അതിന് അൽ മിയാഹുൽ മുസ്തബ്ഹറ എന്ന് പറയും. അപ്പോൾ അവിടെയും ശരിക്ക് അത്രക്കും അധികമായ വെള്ളമുണ്ടെങ്കിൽ ആ ഒരു ഹുക്മ് ബാധകമാകണമെന്നില്ല. നമ്മൾ സാധാരണ ഉള്ള ഒരു സ്വിമ്മിംഗ് പൂൾ ഉദാഹരണത്തിന്, അതെന്താണ്? പൊതുവെ ആ വൃത്തിയാക്കുന്ന സാഹചര്യത്തിൽ മാത്രമാണ് അതിന് ഒഴുക്കുണ്ടാവുക. സാധാരണ അത് കെട്ടി നിൽക്കുന്ന വെള്ളം പോലെ തന്നെയാണ്. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് മൂത്രമൊഴിക്കാൻ പാടുണ്ടോ? കാരണം നമ്മളെ കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ടതാണ്, ശ്രദ്ധിക്കേണ്ടതാണ്. പലപ്പോഴും ഈ വിഷയത്തിലൊക്കെ അശ്രദ്ധ കാണിക്കാറുമുണ്ട്. അപ്പോൾ അവിടെ ശരിക്ക് അങ്ങനെ കുറേ ആൾക്കാർ ഒരുമിച്ച് കൂടി മൂത്രം ഒഴിച്ചാൽ എന്തായി മാറും? ആ വെള്ളം നജിസായി മാറും. കാരണം അതിൻ്റെ ഗന്ധത്തിലും അതിൻ്റെ വർണ്ണത്തിലൊക്കെ മാറ്റമുണ്ടാവാം. അപ്പം അങ്ങനെ ഒരു മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ നജിസായി മാറി. അല്ലെങ്കിൽ ആ മാഇൻ്റെ വെള്ളത്തിൻ്റെ അസ്ലു ഹുക്ം എന്താണ്? അത് ശുദ്ധിയാണെന്ന് തന്നെയാണ്. കാരണം പല പണ്ഡിതന്മാരും ഇപ്പോൾ വെള്ളം, അതായത് 2 കൊല്ലത്തുള്ള വെള്ളമാണെങ്കിൽ നജിസാകുകയില്ല എന്നൊരു ഹദീസുണ്ട്. അതായത് ഇദാ ബലഗൽ മാഉ ഖുല്ലതൈൻ ലം യഹ്മിൽ ഖബസ്, 2 കൊല്ലത്താണോ വെള്ളം എന്നാൽ നജിസാകുകയില്ല. എന്താ ഈ കൊല്ലത്ത് എന്ന് പറഞ്ഞാൽ? അന്നത്തെ ഒരു പഴയ കാലത്തുള്ളൊരു കണക്കായിരുന്നു. കൊല്ല എന്ന് പറഞ്ഞാൽ വലിയ ചെമ്പ്. അപ്പോൾ ഇപ്പോൾ ആധുനിക കണക്ക് പ്രകാരം ഏകദേശം 200 ലിറ്റർ അല്ലെങ്കിൽ 300 ലിറ്റർ പറഞ്ഞ പണ്ഡിതന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഇത്രയും അതായത് വലിയ ക്വാണ്ടിറ്റിയുള്ള വെള്ളത്തിൽ നജാസ സംഭവിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? മാറുകയില്ല. അതിന് കുറവാണെങ്കിലോ നജിസായി പരിഗണിക്കും എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ ആ കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ വെള്ളത്തെ സമീപിക്കുന്ന പല പണ്ഡിതന്മാരുമുണ്ട്. അതിലും നമ്മുടെ പല സലഫി ഉലമാക്കളും സമീപിച്ച നിലപാട് എന്താണ്? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പോലെ പണ്ഡിതന്മാരൊക്കെ ശരിപ്പെടുത്തിയത്, അതായത് വെള്ളം നജാസ കൊണ്ട് മാറിയോ, ഇദാ തഗയ്യറ ബിൻ നജാസ ഫഹുവ നജസ്, നജാസ കൊണ്ട് മാറിക്കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ മാനദണ്ഡം. അപ്പോൾ ഈ ഹദീസ് പല പണ്ഡിതന്മാരും ദഈഫാണെന്ന് പറഞ്ഞവരുണ്ട്. പക്ഷേ ധാരാളം പണ്ഡിതന്മാർ അത് സ്വീകാര്യമാണെന്നും പറഞ്ഞവരുണ്ട്. ഇനി സ്വീകാര്യമാണെങ്കിൽ തന്നെ അതിൻ്റെ അർത്ഥം എന്താണ്? അതൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ് ആ ഹദീസിൽ. അതായത് വെള്ളം ധാരാളം ഉണ്ടെങ്കിൽ ഒരു പക്ഷെ നജാസ അതിനെ ബാധിക്കുകയില്ല എന്ന അർത്ഥമാണ്. അതല്ലാതെ ആ ഒരു കണക്ക് അത് മഖ്സൂദല്ല. അതുകൊണ്ടാണ് ഇവിടെ ശരിക്ക് ഇന്നൽ മാഅ തഹൂറുൻ ലാ യുനജ്ജിസുഹു ഷൈ, വെള്ളം ശുദ്ധിയുള്ളതാകുന്നു, അതിനെ ഒന്നും നജിസാക്കുന്നില്ല. ഇതെന്താണ്? ഇതിൻ്റെ മന്തൂക്കാണ്. ഇതിൻ്റെ മന്തൂക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ലഫ്ദിൽ തന്നെ അതിൻ്റെ ആശയം കിടപ്പുണ്ട്. എന്നാൽ വെള്ളം തഹൂറുൻ ശുദ്ധിയുള്ളതാകുന്നു, ലാ യുനജ്ജിസുഹു ഷൈ ഒന്നും അതിനെ നജിസാക്കുന്നില്ല. അതായത് അതിൻ്റെ അസ്ലു ഹുക്മ് മനസ്സിലായില്ലേ? വെള്ളം ശുദ്ധിയാണെന്ന്. ഇനി ഇദാ ബലഗൽ മാഉ ഖുല്ലതൈൻ ലം യഹ്മിൽ ഖബസ്, അതായത് വെള്ളം 2 കൊല്ലത്താണെങ്കിൽ നജിസാകുകയില്ല എന്ന് പറയുമ്പോൾ അതിൽ 2 കൊല്ലത്തിൻ്റെ കുറവാണെങ്കിൽ, ഇപ്പോൾ 300 ലിറ്റർ ഉദാഹരണം നമുക്ക് പരിഗണിക്കാം, സങ്കല്പിക്കാം. 300 ലിറ്റർ കുറഞ്ഞു കഴിഞ്ഞാൽ നജിസാകും എന്നത് എന്താണ്? മന്തൂഖല്ല, മഫ്ഹൂമാണ്. അപ്പോൾ പണ്ഡിതന്മാരുടെ ഖാഇദ എന്താണ്? മന്തൂഖും മഫ്ഹൂമും പരസ്പരം കൂട്ടിമുട്ടിയാൽ ഏതിനാണ് നാം മുൻതൂക്കം കൊടുക്കേണ്ടത്? മന്തൂഖിനാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അതിൻ്റെ പ്രബലമായ അഭിപ്രായം എന്താണ്? വെള്ളം കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും നജാസ് കൊണ്ട് മാറ്റം സംഭവിച്ചോ അത് നജസായി മാറി. അതിൻ്റെ നജസിൻ്റെ ഹുക്മാണ്. അതിന് ഒതു കൊടുക്കാൻ പാടില്ല, അത് കുളിക്കാൻ പാടില്ല, ഒക്കെ അത് ബാധകമാണ്. അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഒരു ജനാപത്തുള്ള ഒരു മനുഷ്യൻ കുറഞ്ഞ വെള്ളത്തിൽ കുളിച്ചു, പല പണ്ഡിതന്മാരും അതെന്താണ്? താഹിറാണ്, എന്താണ്? സ്വയം ശുദ്ധിയുണ്ട്, പക്ഷെ ശുദ്ധി ആക്കുകയില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അവിടെയും എന്താണ്? അതിൻ്റെ അസ്ലു ഹുക്ം എന്താണ്? അത് തഹൂറാണ് ഇൻഷാ അള്ളാഹ്. അതിന് എന്താ പറയുക? ആ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല, അല്ലെങ്കിൽ
നജീസാണ് നമുക്ക് ഉറപ്പില്ലെങ്കിൽ, അതിൻ്റെ കാരണങ്ങളും അടയാളങ്ങളൊന്നും ഇല്ലെങ്കിൽ ആ വെള്ളം എന്താണ്? ശുദ്ധി ഉള്ളതാണ് എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അൽഹംദുലില്ലാഹ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ, കഴിഞ്ഞ ദർസുകളിൽ നാം എടുത്ത ഏതാനും ഹദീസുകൾ നാം വേഗത്തിൽ ഒരു റിവിഷൻ നടത്തി. ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച മുതൽ നമ്മുടെ ക്ലാസ് ഇതേ സമയത്ത് തന്നെ നാം പുനരാരംഭിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീന് ആഴത്തിൽ പഠിക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും പ്രബോധനം നടത്തുവാനും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഇൽമിലും അമലിലും അല്ലാഹു ഇഖ്ലാസ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു മാപ്പാക്കി തരുമാറാകട്ടെ. റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ വതർഹംനാ ലനകുന മിനൽ ഖാസിരീൻ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ വറസൂലിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.